പല പ്രാവശ്യം വരികയും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യവർഗത്തിന് വലിയവനായ ദൈവം ഒരുക്കിയ ആത്മരക്ഷയെ സംബന്ധിച്ച് ഞങ്ങള് സവിസ്തരം ഇവിടെ സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ തദ്ദേശവാസികളായ നിങ്ങൾ ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷയിൽ ഞങ്ങളോട് കാണിച്ചിട്ടുള്ള നിശ്ചയമായ സഹനത്തിനും സ്നേഹത്തിനും കർത്താവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾക്കുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങൾ പ്രാരംഭമായി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഈ ലോക ജീവിതത്തിന്റെ അപ്പുറത്ത് നിങ്ങളും ഞാനും അഭിമുഖീകരിക്കേണ്ടി വരുന്ന അതിഭയാനകമായ ഒരു മരണാനന്തര അനുഭവത്തെ സംബന്ധിച്ച് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങള് ഈ സമയത്ത് കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങള് ഇവിടെ പറയുന്ന വിഷയങ്ങൾ ഏതെങ്കിലും ഒരു മതസംഹിതയല്ല, രാഷ്ട്രീയ തത്വശാസ്ത്രമല്ല, സാമൂഹ്യ ശാസ്ത്രമല്ല, മറ്റ് യാതൊരു കാര്യങ്ങളുമല്ല. ഞങ്ങളിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മാനവ ജാതിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള അതിമഹത്തായ സുവിശേഷം, അതായത് രക്ഷയുടെ മാർഗത്തെ സംബന്ധിച്ചാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കഴിഞ്ഞ 2000 വർഷങ്ങളായി ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും അറിയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഞങ്ങളുടെ പാടിയ പാട്ടിന്റെ ഈരടികളിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച ആ പാട്ടിലെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളൊരു ക്ഷണമാണ് നിങ്ങൾക്ക് നൽകിയത്. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചെടുത്തു. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിന്റെ അപ്പുറത്തെ സൈഡിൽ, അതായത് ഒരു ദിവസം മരണം വഴിയായി ഈ ഭൂമിയെ വിട്ട് ഞാൻ നിങ്ങൾ മാറ്റപ്പെടും. മരണത്താൽ ഈ ഭൂമിയെ വിട്ട് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ മരണത്തിന്റെ അപ്പുറത്ത് മനുഷ്യന് അതിശക്തമാകുന്ന 2 അനുഭവങ്ങളുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ആ 2 അനുഭവങ്ങളെയാണ് നിത്യമായ സന്തോഷം, അല്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നിത്യമായ നരകം, അല്ലെങ്കിൽ നിത്യമായ യാതന എന്ന പേരിൽ അറിയപ്പെടുന്നു. ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ എല്ലാ മതങ്ങളും മരണത്തിന്റെ അപ്പുറത്ത് മനുഷ്യന് ഈ 2 അന്തങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് മത ചിന്താഗതിക്ക് അതീതമായി മരണത്തിന്റെ അപ്പുറത്തുള്ള മനുഷ്യന്റെ നിവാസത്തെ സംബന്ധിച്ച്, അവന്റെ അവസ്ഥയെ സംബന്ധിച്ച്, മനുഷ്യൻ എങ്ങനെ ആയിരിക്കുമെന്നതിനെ സംബന്ധിച്ച്, മനുഷ്യൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിച്ച് ഞങ്ങളുടെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് മരണം എന്ന് പറയുന്നത്. അത് മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. മാനവ ചരിത്രത്തിന്റെ ആദ്യ യാമം മുതൽ ഇന്ന് വരെ മാനവരാശിയെ ഇന്ന് വരെ അവരുടെ ബുദ്ധിമണ്ഡലത്തിന് പിടികൊടുക്കാതെ ഇങ്ങനെ അനുസ്യൂതം മനുഷ്യനെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് മരണം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? പല ആളുകളും ചോദിക്കാറുണ്ട്, മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? അപ്പൊ ചില ശാസ്ത്രം പറയും അത് പ്രകൃതിയുടെ വികൃതിയാണ് എന്നാണ് ശാസ്ത്രത്തിന്റെ വിലയിരുത്തൽ. മതങ്ങളോട് ചോദിക്കൂ, അല്ലയോ ഹൈന്ദവ മതമേ, ഇസ്ലാം മതമേ, ക്രൈസ്തവ മതമേ, അല്ലെങ്കിൽ ജൈന മതമേ, ബുദ്ധമതമേ, സിഖ് മതമേ, മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? മതങ്ങളിലെ ചോദ്യത്തിന് മുമ്പാകെ മൗനം അവലംബിക്കുന്നു. എന്നാൽ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പാകെ ശരിയായ ഒരു ഉത്തരം നൽകുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ബൈബിൾ പ്രകാരം പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ റോമാലേഖനം അതിന്റെ 6-ാം അധ്യായം 23-ാം വാക്യം, അവിടെ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായ ആശയസമ്പുഷ്ടമായ ഏറ്റവും പരിമിതമായ വാക്കിലുള്ള അതിന്റെ വിവക്ഷ എന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എന്താണ് ഈ പാപം? പാപം എന്ന് പറയുന്നതിന് പല ഓമന പേരുകൾ ഞാൻ നിങ്ങൾ നൽകാറുണ്ട്. മോഷണത്തെ പാപമായി നാം വിധിയെഴുതുന്നു, കൊലപാതകത്തെ പാപമായി നാം വിധിയെഴുതുന്നു, അതുപോലെ തന്നെ വ്യഭിചാരത്തെ പാപമായി നാം വിധിയെഴുതുന്നു. മനുഷ്യൻ ചെയ്യുന്ന സാമൂഹിക തിന്മകളെ എല്ലാം പാപത്തിന്റെ പട്ടികയിൽ നാം ഉൾപ്പെടുത്തി അതെല്ലാം പാപം എന്ന് വിളിക്കുകയാണ്. വാസ്തവത്തിൽ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷണം, വ്യഭിചാരം, ദൂഷണം, ദുസംശയം, ദുർമാർഗങ്ങൾ, ഇത് കൊലപാതകം, ഇതെല്ലാം വാസ്തവത്തിൽ പാപം എന്ന് പറയുന്ന പക്വം പ്രാപിച്ച വൃക്ഷത്തിന്റെ ഫലങ്ങളാണ്. അപ്പൊ പാപം എന്താണ്? മനുഷ്യനെ കൊണ്ട് ഇത്യാദി തിന്മകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഏതോ ഒരു പ്രേരക ശക്തി
ഏത് മനുഷ്യന്റെയും മനസ്സിലുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം വർത്തമാന പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വേണ്ടി വായിച്ചു, നമ്മുടെ കേരളത്തിന്റെ അങ്ങേയറ്റത്തൊരു സ്ഥലത്ത് ഒരു യുവ സ്നേഹിതൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച ശേഷം അവളെ യാത്ര ചെയ്യാൻ അവന്റെ കൂടെ കൊണ്ടുപോവുകയില്ല. പുറത്ത് എവിടെ പോയാലും അവളെ കൂടെ സഞ്ചരിക്കാൻ സമ്മതിക്കുകയില്ല. ഏതാനും ദിവസം മുമ്പ് വിവാഹം കഴിച്ച് അവൻ പറഞ്ഞ പരാതി എന്തറിയാവോ? അവൾക്ക് സൗന്ദര്യം പോരായിരുന്നു. ആ പെൺകുട്ടി നിരാശയുടെ നീർച്ചുഴിയിലേക്ക് അമർന്നിട്ട് അവൾ താമസിച്ചു വന്ന വീട്ടിൽ കെട്ടിയാൻ ചേർത്തു. പിന്നെ കഴുത്തറുത്ത് കൊലപ്പെടുന്ന കേസുകളൊക്കെ ഈ ദിവസങ്ങളിൽ ധാരാളം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനിങ്ങനെ ആളിനെയും കൊല്ലുകയാണ്. ആർക്കും അതിനെക്കുറിച്ചൊന്നും യാതൊരു പശ്ചാത്താപവുമില്ല. മനസ്സിലായോ? ഈ അടുത്ത സമയത്ത് ഒരു വലിയ പാർട്ടി കൊലപാതകത്തിന് വേണ്ടി പോലീസ് പിടിച്ചപ്പോൾ മിനിഞ്ഞാത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു. വളരെ രസകരമായി പോലീസ് അദ്ദേഹത്തെ പിടിച്ചപ്പോൾ നിങ്ങളെല്ലാം വായിച്ചായിരിക്കും. രണ്ടുപേരെ തട്ടിയ മുമ്പ് വേറെ ആളെയും തട്ടി, നാലാമത് ഒരാളെയും കൂടെ. അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നാലാമത്തെ ആളെ കൂടെ കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ എനിക്കുള്ളൂ എന്നാണ് പോലീസോട് പറയുന്നത്. എത്ര നിഷ്ഠൂരമാണ് മനുഷ്യന്റെ മനസ്സ്, എത്ര കഠിനമായി മനുഷ്യന്റെ മനസ്സ് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, എവിടെയും കൊലയും കൊള്ളിവയ്പും, എവിടെയും മോഷണവും പിടിച്ചുപറിയും, എവിടെയും സാമൂഹ്യമായ അനീതിയും അസ്വസ്ഥതകളും നടപാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇതിനെയാണ് ഞങ്ങൾ പാപം എന്ന് പറയുന്നത്. പാപമില്ലാതെ ജനിച്ച ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. ലോക ചരിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആദാമിന്റെ സന്തതികൾ പാപത്തിന്റെ അംശമില്ലാതെ ജനിച്ച ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല. എന്റെ ഇസ്ലാമിക സുഹൃത്തുക്കൾ, ഞാൻ അവരെ ഏറെ ബഹുമാനിക്കുന്നവരാണ്. അവരുടെ വിശുദ്ധ ഖുർആനിൽ എന്താണ് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത്? ആദാമ്യ സന്തതി പരമ്പരകളിൽ ഇബ്ലീസിനാൽ കുത്തപ്പെടാത്ത ഒരേ ഒരു ജന്മമുണ്ടെങ്കിൽ അത് മറിയമിന്റെ മകനായ ഈശോ ആണ്. അതായത് മറിയയുടെ മകനായ ഈശോ ഒഴികെ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച എല്ലാ ആളുകളും പാപത്തിലാണ് ജനിക്കുന്നത് എന്ന ബഹുമാന്യനായ മുഹമ്മദ് നബിയും അഭിപ്രായപ്പെട്ടുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപികളാണ്, എല്ലാ ആളുകളും പാപികളാണ്. പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ഈ യേശുവിന്റെ പാദാന്തിയെ വന്ന് വീണ് പരിവർത്തന വിധേയനായി ക്രിസ്തുവിന്റെ അനുഗാമിയായി അദ്ദേഹം മാറി. കാലത്തിന്റെ ഇങ്ങേ ധ്രുവത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ച് പറഞ്ഞു: ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളാത്തിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്ന ലേഖനമുണ്ട് വിശുദ്ധ ബൈബിളില്. ആ ബൈബിളില് എബ്രായരായ ആളുകളിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് മുമ്പോട്ട് വന്ന വിശ്വാസികളായ ആളുകൾക്ക് അപ്പോസ്തലൻ എഴുതിയാണ്. ആ പുസ്തകത്തിന്റെ 9-ാം അധ്യായം അതിന്റെ ഏറ്റവും ഉന്നത്തെ വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവം, മാറ്റമുള്ള ഈ ലോകത്തിൽ മാറ്റമുള്ള മനുഷ്യരെ വെച്ചിരിക്കുന്ന മാറ്റമില്ലാത്ത രണ്ട് നിയമങ്ങളാണ്: ഒരിക്കൽ മരിക്കുക, പിന്നെ ന്യായം വിധിക്കപ്പെടുക. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും മരിക്കേണ്ട എന്ന് ആഗ്രഹിച്ചാൽ സാധിക്കുകയില്ല. മരണം, ഒരിക്കൽ ജനിച്ചാൽ മരണം നിശ്ചയമാണ്. മരണം അത് ഈ പ്രാപഞ്ചികമായ ഒരു പ്രതിഭാസമാണ്, ജീവിതശാസ്ത്രപരമായിരുന്ന ഒരു സത്യമാണ്. ആരംഭമുള്ള ഏതിനും പര്യവസാനമുണ്ട് എന്നാണ് ജീവശാസ്ത്രവും പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ ഒരു ദിവസം മരണത്താല് ഈ ഭൂമിയെ വിട്ട് മാറ്റപ്പെടും. എന്നാൽ ഈ മരണം എപ്പോൾ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു പ്രവചനം ഒന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു, മനുഷ്യന് പ്രവചിക്കാൻ സാധിക്കുകയില്ല. എപ്പോൾ മനുഷ്യൻ മരിക്കും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിലെ ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയയിൽ വിദഗ്ധനായിരുന്ന ഡോക്ടർ കെ.എം. ചെറിയാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം കാലയവനിക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെട്ടു. അദ്ദേഹം ഒരു പ്രത്യേക സമ്മേളനത്തിനായി ഒരു പ്രത്യേക സ്ഥലത്ത് ബാംഗ്ലൂർ വെച്ച് പോയതാണ്. ആ സമ്മേളന സദസ്സിൽ വെച്ച് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വിദഗ്ധനായിരുന്ന ഈ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ കെ.എം. ചെറിയാൻ കുഴഞ്ഞു വീണ് അദ്ദേഹം പോയ ആ പ്രത്യേകമായ സദസ്സിൽ വെച്ച് മരിച്ചു. ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായി പോയി. ഞാൻ പറഞ്ഞത്, ഹൃദയത്തിൽ ജീവനെ സംരക്ഷിക്കുവാൻ ആവശ്യമായ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉപാധികൾ ജനലക്ഷങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത, ആയിരക്കണക്കിന് ശസ്ത്രക്രിയ ചെയ്ത് മനുഷ്യന്റെ ജീവന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്ത, അനേക ഹൃദ്രോഗികളായ ആളുകൾക്ക് ഏറ്റവും ഇമ്പകരമായ സഹായങ്ങൾ ശുശ്രൂഷകൾ ചെയ്ത ഡോക്ടർ കെ.എം. ചെറിയാനും മരണമെന്ന പ്രതിഭാസത്തിന് കീഴ്പ്പെട്ട് ഈ കാലയവനേക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെട്ടു. ഇവിടെ നമ്മൾ ആരും ജീവിക്കാൻ പോകുന്നില്ല, നമുക്കായി നിയമിക്കപ്പെട്ടൊരു സമയമുണ്ട്. ആ സമയം വരുമ്പോൾ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടേ മതിയാവുകയുള്ളൂ. മലയാള സിനിമാ ലോകത്തെ ഹാസ്യ നടി എന്നറിയപ്പെടുന്ന ആളായിരുന്നു കൽപ്പന എന്ന് പറയുന്ന നടി. അവര് സംസാരിക്കാൻ എഴുന്നേറ്റാൽ ആര് ചിരിക്കും, എല്ലാവരെയും ചിരിപ്പിക്കാൻ കഴിയുന്ന ഹാസ്യ നടി, മലയാള സിനിമാ ലോകത്തെ ഹാസ്യ നടി. പക്ഷേ ആ കൽപ്പന
വളരെ ജീവിക്കാൻ ആവശ്യമായ മനോഹരമായ ഒരു ഭവനവും അതിനോട് ബന്ധപ്പെട്ട ജീവിതത്തിന്റെ എല്ലാ അനുകൂല സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും തന്റെ ഏക മകൾ പോലും താൻ മരിക്കുന്ന സമയത്ത് അന്ത്യ നാഴികയിൽ കാണാൻ കഴിയാത്ത നിലയിലാണ് കൽപ്പന മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. അതുപോലെ തന്നെ കലാഭവൻ മണി നാടൻ പാട്ടുകളെ ജനകീയമാക്കിയ സിനിമാ ലോകത്തെ അതിപ്രേമിയാകുന്ന കലാഭവൻ മണി ഏതാണ്ട് 100 കോടി രൂപയുടെ ആസ്തിയുള്ളവൻ എന്നറിയപ്പെടുന്നു. സ്വന്തമായ എസ്റ്റേറ്റും ഒക്കെ ഉള്ള ആളാണ്. യൗവനത്തിന്റെ ഏതാണ്ട് മധ്യാഹ്നത്തിൽ വെച്ച് തന്റെ കരൾ മുഴുവൻ രോഗം കവർന്ന് എടുത്ത് അശേഷം കരൾ ദ്രവിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആകസ്മികമായി കലാഭവൻ മണി ഈ മണ്ണത്താൽ ഈ ലോകത്തെ വിട്ട് യാത്രയായി. ഞാൻ ഇതിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ ജനപ്രിയ നേതാവായി ജനകീയ മുഖ്യമന്ത്രിയായി ദീർഘനാളുകൾ തമിഴ്നാടിനെ ഭരിച്ച ശ്രീമതി ജയലളിത 2-3 മാസം മദ്രാസിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ മരിച്ചു കിടന്നോ അതോ മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കിടന്നോ ലോകത്തിന് അറിയാൻ വയ്യ, പുറം ലോകത്തിന് അറിയാൻ വയ്യ. പത്രവൃത്താന്തങ്ങളൊന്നും അതേക്കുറിച്ച് ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഒരു സുപ്രഭാതത്തിൽ ജയലളിത ഈ ഭൂമിയെ വിട്ട് മാറി എന്നുള്ള വാർത്ത മാത്രം നാം കേട്ടു. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയുന്നതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണം അപ്രതീക്ഷിതനായ ഒരു അതിഥിയാണ്. അത് ലോകത്തിലെ ഏത് മനുഷ്യനെയും സ്വാഗതം ചെയ്യും. ധനവാനും മരിക്കും, ദരിദ്രനും മരിക്കും, വിദ്യാസമ്പന്നം മരിക്കും, വിദ്യാവിഹീനം മരിക്കും, സംസ്കാര സമ്പന്നം മരിക്കും, സംസ്കാര വിഹീനം മരിക്കും. മരണത്തിന്റെ കരാള രഹസ്യങ്ങൾ മനുഷ്യനെ പിടിച്ച് ഒതുക്കുന്ന സമയത്ത് അരനിമിഷം മരണത്തോട് യാചിച്ചാൽ മരണദൂതൻ കാത്തു നിൽക്കുകയില്ല. മരണമെന്ന വാതിലൂടെ ഞാനും നിങ്ങളും ഈ ലോകത്തെ വിട്ട് മാറ്റപ്പെട്ടായി വരും. പ്രിയമുള്ളവരെ, എത്രയോ ദൃഷ്ടാന്തങ്ങൾ ഈ വിഷയത്തിലേക്ക് ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനാണ് സാധിക്കും. ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ ആളുകൾ ലോകത്തെ മുഴുവൻ പോപ്പ് മ്യൂസിക് കൊണ്ട് ആരാധക വൃന്ദത്തെ കൂട്ടിവരുത്തി അമ്പര ചുംബികളായ സൗധങ്ങൾ കെട്ടിപ്പൊക്കി ആഡംബര ഭവനങ്ങൾ ഉണ്ടാക്കി ഓരോ നിമിഷവും തന്റെ ശരീരത്തിന്റെ ചലനങ്ങളെ നിരീക്ഷിക്കുവാൻ 12-ലധികം ഡോക്ടർമാരെ അമ്പരചുംബിയായി തന്റെ സ്വർണ്ണ ഭവനത്തില് സൂക്ഷിച്ചിരുന്ന അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ പോപ്പ് മ്യൂസിക് ഗായകൻ. അദ്ദേഹം പ്രശസ്തനായിരുന്നല്ലോ. 1989 ഒരു ജൂൺ മാസത്തിൽ ലോസ് ആഞ്ചലസിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഹൃദയസ്തംഭനത്തിന് വിധേയനായി അദ്ദേഹം മരണത്താൽ മാറ്റപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ഒരു 150 വർഷമെങ്കിലും ജീവിച്ചിരിക്കണം എന്നാണ്. 50-ാമത്തെ വയസ്സിൽ മരണം പിടികൂടി ഈ ലോകത്തെ വിട്ട് മാറ്റപ്പെട്ടു. ഞാൻ സൂചിപ്പിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്: ഏത് നിമിഷവും മരണം എന്നെയും നിങ്ങളെ പിടികൂടും. ഈ ദിവസങ്ങളിലെ വർത്തമാന പത്രങ്ങൾ വായിച്ചപ്പോൾ 40 വയസ്സ്, 21 വയസ്സ്, 23 വയസ്സ്, 27 വയസ്സ്, 42 വയസ്സ്, 50 വയസ്സൊക്കെയുള്ള യുവതി യുവാക്കന്മാർ, എത്ര ആളുകളുടെ ചരമ ഫോട്ടോയാ നമ്മള് പത്രത്തിൽ കണ്ടത്. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഞങ്ങൾ കുറെ കഴിയുമ്പോൾ ഞങ്ങളിൽ ഒരാൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുണ്ടാകുമോ, ഞങ്ങളെ കേട്ട നിങ്ങളിൽ ഒരാൾ ഉണ്ടാകുമോ? ഇതൊന്നും പ്രവചിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഞാൻ ഇതിന് സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മരണം പ്രവചനാതീതമായ ഒരു പ്രാപഞ്ചിക സത്യമാണ്. 1989 ഒരു ആണവ നിരായുധീകരണ കരാറിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷുമായി സോവിയറ്റ് റഷ്യയുടെ അതിപ്രധാന നേതാവായിരുന്ന മീഖായേൽ ഗർബച്ചോവ് അദ്ദേഹത്തിന്റെ സൈനിക വിമാനത്തിൽ പറന്നുയർന്ന് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലെത്തി. അമേരിക്കയിലെ പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷിന്റെ ഓവൽ ഓഫീസിലെത്തി. അദ്ദേഹം ദൈവവിശ്വാസിയല്ല, വൈരുദ്ധ്യാധിക ഭൗതികവാദത്തിന്റെ അന്തർദേശീയ തലതൊട്ടപ്പനായിരുന്നെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? ആ സംഭാഷണം മുമ്പ് ഓവൽ ഓഫീസിൽ എഴുന്നേറ്റ് നിന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷോടൊപ്പം അദ്ദേഹം എഴുന്നേറ്റ് ഓഫീസിൽ നിന്നിട്ട് 2 കരങ്ങളിലും അമ്പലത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഈ ആണവ നിരായുധീകരണ കരാറിൽ ഈശ്വരൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ചർച്ച ആരംഭിച്ചു. ചർച്ച ചെയ്താണ് അരമണിക്കൂർ സമയം മുന്നേറി. അടിയന്തരമായ അദ്ദേഹത്തിന് ഒരു സിഗ്നൽ കോൾ ലഭിച്ചു. റഷ്യയിലേക്ക് മടങ്ങി വരണം എന്നാണ്. റഷ്യയിലെ ഒരു സംസ്ഥാനം അർമേനിയ ഭൂകമ്പത്തിന്റെ പിടിയിൽ. ഒരു സംസ്ഥാനത്തിന് നല്ലൊരു ശതമാനം ആ ആളുകളെയും കൊണ്ട് ഭൂമി വായു പിളർന്ന് ഭൂമിയുടെ അടിയിലേക്ക് അവരെ ആഴ്ത്തിക്കളഞ്ഞു. ഭൂകമ്പത്തിന് പിടിയിൽ ചർച്ച പൂർത്തീകരിക്കാനാവാതെ മീഖായേൽ ഗർബച്ചോവ് അദ്ദേഹം മടക്കി യാത്രയിൽ മടങ്ങി അദ്ദേഹം സോവിയറ്റ് റഷ്യയിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത സമയത്ത് പത്രത്തിന്റെ ആളുകളും പത്രലേഖകരും എല്ലാം കൂടെ അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് നമ്മുടെ സെയ്സ്മോളജിസ്റ്റുകൾക്ക്, അതായത് ഭൂകമ്പത്തെ മുൻകൂട്ടി പ്രവചിക്കുന്ന
ഈ നമ്മുടെ ആളുകൾക്ക് സെയ്സ്മോളജിസ്റ്റുകൾക്ക് ഈ ഭൂകമ്പത്തെ കുറിച്ച് സൂചന നൽകുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് അർമേനിയ എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ ഭൂകമ്പത്തിന്റെ പിടിയിൽ അകപ്പെടാതെ സൂക്ഷിക്കുവാൻ നമ്മുടെ സെയ്സ്മോളജിസ്റ്റുകൾ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ മുമ്പ് ഭാവിയുടെ ഭാഗതയും നമ്മുടെ കരങ്ങളിലാണ് എന്ന് അമേരിക്കൻ വാഷിംഗ്ടൺ DC-യിലെ ഓവൽ ഓഫീസിൽ വെച്ച് മിഖായേൽ ഗോർബച്ചോവ് അന്നത്തെ പ്രസിദ്ധനായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷോട് സംസാരിച്ച അതേ നാവ് കൊണ്ട് പറഞ്ഞു, ഭാവി പ്രവചനാതീതമാണ്, ഭാവിയെ പ്രവചിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, മരണം എന്നെയും നിങ്ങളെയും പിടികൂടുന്ന നിമിഷമേത് പറയുവാൻ സാധിക്കുന്നില്ല. അത് ഇന്നോ നാളെയോ നാളെ കഴിഞ്ഞോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷമോ എന്നെയും നിങ്ങളെയും കടന്നാക്രമിച്ചു എന്ന് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും മണ്ണം പിടിയായി ഈ ലോകത്തെ വിട്ട് മാറ്റിപ്പെടായി വരും. അങ്ങനെ മരിച്ചാൽ എന്ത് സംഭവിക്കും? പല ആളുകളും ചിന്തിക്കുന്ന പാഞ്ചഭൗതിക നിർമ്മിതിയാണ് ഈ ശരീരമെന്നാണ്. അതായത് പഞ്ചഭൂതങ്ങളിലേക്ക് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരം അത് ലയിച്ചം വരും. പിന്നെ അവന്റെ ആത്മാവ് അത് അന്നത്തിലേക്ക് നീക്കപ്പെടും. അതിന് സമ്പൂർണ്ണമായ ഒരു അസ്തിത്വം ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെയുള്ള വാദഗതികൾ ധാരാളം ആളുകൾ നിരത്താറുണ്ട്. യുക്തിവാദികൾ പറയുന്ന ഇതെല്ലാം ഒരു ജൈവരാസപിണ്ഡമാ, ഇവിടം കൊണ്ട് ഇതെല്ലാം അവസാനിക്കുന്നു. ജീവിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്ന് പ്രാണവായു പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ജീവി അസ്തമിച്ചു, പിന്നെ ഈ ജീവിക്ക് അസ്തിത്വമൊന്നും ഇല്ലെന്നൊക്കെയാണ് അവരുടെയൊക്കെ യുക്തിവാദം പറയുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ ജീവിതത്തിന്റെ അവസാനമല്ല. ഇവിടെ വിശുദ്ധ വേദപുസ്തകം പറയുക, ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ഈ മാറ്റമില്ലാത്ത നിയമത്തെ അഴിക്കുവാൻ ദൈവ സൃഷ്ടിയായ മനുഷ്യൻ ഒരിക്കലും സാധിക്കുകയില്ല. ഞാനും നിങ്ങളും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മരണത്തിന്റെ തണുത്ത വിറച്ച കരങ്ങൾ നിങ്ങളെ പിടികൂടുമ്പോൾ ഈ ലോകത്തെ വേണ്ടി ഞാനും നിങ്ങളും മാറ്റപ്പെട്ടേ മതിയാവുകയുള്ളൂ. മാറ്റപ്പെട്ട അവിടെ കൊണ്ട് അവസാനിച്ചോ? ഇല്ല. അതിന്റെ അപ്പുറത്തുള്ള രണ്ട് അവസ്ഥാന്തരങ്ങളെ സംബന്ധിച്ച യേശു ക്രിസ്തു പഠിപ്പിച്ചത്, മരണത്തിന്റെ അപ്പുറത്ത് മനുഷ്യന് നിത്യമായ സന്തോഷമുണ്ട്, അതായത് നിത്യമായ ഒരു സ്വർഗമുണ്ട്. ഇതിന്റെ അപ്പുറത്ത് നിത്യമായ ഒരു നരകം, അതായത് ഒരു യാതനാ സ്ഥലവുമുണ്ട്. ഇത് രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്, കേവലം സാങ്കല്പിക കഥകളല്ല. ഒരിക്കൽ മഹാനായ ചാൾസ് സ്പർജൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രസംഗി അതേ ഇംഗ്ലണ്ടിലെ തേംസ് നദിയുടെ സമീപം നിന്നുകൊണ്ട് സുവിശേഷം അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. അങ്ങനെ സുവിശേഷം അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് മധ്യേ ഒരാള് അദ്ദേഹത്തെ ഇടയ്ക്കുകയായിരുന്നു എന്ന് ചോദിച്ചു, അല്ലയോ പ്രസംഗി, ഇല്ലാത്ത സ്വർഗവും ഇല്ലാത്ത നരകവും ഇവിടെ പ്രസംഗിച്ച് എന്തിനാണ് നിങ്ങൾ മനുഷ്യനെ ഇങ്ങനെ കബളിപ്പിക്കുന്നത്? ഇവിടെ സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാനായ സ്പർജൻ അദ്ദേഹത്തോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, സ്നേഹിത, ഇവിടെ സ്വർഗമില്ല. കാരണം എന്താ വെച്ചാൽ സ്വർഗത്തിൽ കളിഷാപ്പില്ല, സ്വർഗത്തിൽ വ്യഭിചാരശാലയില്ല, സ്വർഗത്തിൽ സിനിമാ കോട്ടയില്ല, സ്വർഗത്തിൽ ജയിലില്ല, സ്വർഗത്തിൽ പോലീസ് സ്റ്റേഷനില്ല, സ്വർഗത്തിൽ കോടതികളില്ല, സ്വർഗത്തിൽ ജഡ്ജിമാരില്ല, സ്വർഗത്തിൽ ഈ പറയപ്പെട്ട യാതൊരു വിധമായ സംവിധാനങ്ങളില്ല. ഇവിടെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ധാരാളമുണ്ട്. അതുപോലെ നരകത്തിൽ നിന്നില്ല, നരകവും ഇവിടെയില്ല, നരകത്തിന് ഒരു തുള്ളി വെള്ളം പോലുമില്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന ധനവാനായ മനുഷ്യൻ അദ്ദേഹം മരിച്ചു മാറ്റപ്പെട്ടപ്പോൾ ചെന്നെത്തിയത് പാതാളത്തിലെ അതിയാതനാ സ്ഥലത്തേക്കായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാ മനോഹരമായ സുന്ദരമായിരിക്കുന്ന തേംസ് നദി പളപള ശബ്ദത്തോടുകൂടെ ഇവിടെ ഇംഗ്ലണ്ടിന്റെ രാജവീതിക്ക് സമീപേ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സമർത്ഥമായ വെള്ളമുണ്ട്. നരകത്തിൽ ഒരു തള്ളി വെള്ളം പോലും കിട്ടുകയില്ല. നരകം അതിഭയാനകമായ ഒരു ശോധന സ്ഥലമാണ്, അതിഭയാനകമായ യാതനാ സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ സ്വർഗമില്ല, ഇവിടെ നരകമില്ല. ഇവിടെ സ്വർഗീയമെന്ന് തോന്നിപ്പിക്കാവുന്ന ചില സുഖസൗകര്യങ്ങൾ ഉണ്ടാവാം. ഇവിടെ നരകീയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില യാതനകളും കഷ്ടങ്ങളും പങ്കപ്പാടുകളും ഉണ്ടാവാം. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇവിടെ സ്വർഗവുമില്ല, ഇവിടെ നരകവുമില്ല. പണ്ടാരോ സിനിമാ ലോകത്ത് എഴുതി പാടിയ പാട്ട് നിങ്ങൾക്കൊക്കെ ചെവിയുള്ളതുപോലെ ഇവിടെയുള്ള ലൗഡ് സ്പീക്കറിൽ പണ്ടത്തെ ചായക്കടകളിൽ നിന്നും മുറുക്കാൻ കടകളിൽ നിന്നും ഒക്കെ നാട്ടുകാരുടെ മുമ്പാകെ പ്ലേ ചെയ്ത് ഞാൻ കേൾപ്പിച്ചിട്ടുള്ള ഒരു പാട്ട് ഞാനും കേട്ടിട്ടുണ്ട്. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, ഇവിടെ തന്നെ സ്വർഗവും നരകവും ഇവിടെ തന്നെ, ഇത് രണ്ടും കണ്ടിട്ടുള്ളവരല്ലേ തെണ്ടികൾ നമ്മൾ എന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ സ്വർഗമില്ല, ഇവിടെ നരകമില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, നിശ്ചയമായും മരണത്തിന്റെ അപ്പുറത്ത് ഒരു സ്വർഗമുണ്ട്, മരണത്തിന് അപ്പുറത്ത് ഒരു നരകമുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അനുഭവവേദ്യമാകുന്നത്? വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപിയായി ജനിച്ച് പാപിയായി ജീവിച്ച് പാപിയായി ജീവിതം തുടർന്ന് പാപത്തിൽ മരിക്കുന്ന മനുഷ്യൻ മരിച്ചാൽ അവൻ ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് നരകം അല്ലെങ്കിൽ യാതനാ സ്ഥലം എന്ന് പറയുന്നത്. ആ യാതനാ സ്ഥലത്തിന്റെ അതിഭയാനകതയെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ്.
പ്രപഞ്ച സീമയ്ക്കപ്പുറത്ത് നരകത്തെയും സ്വർഗത്തെയും മാംസചക്ഷുഷുകൾ കൊണ്ട് ദർശിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവ രണ്ടുമില്ല എന്ന് പറയുന്നത് മൗഢ്യതയാണ്. ഇത് രണ്ടും യാഥാർത്ഥ്യങ്ങളാണ്. ഉണ്ട് എന്ന് പറഞ്ഞവൻ അവിടെ നിന്ന് ഇറങ്ങി വന്നവനാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, മനുഷ്യരാശിയെ സന്ദർശിച്ചവനാണ്, മാനവരക്ഷ ഒരുക്കിയവനാണ്, കാൽവരിലെ ക്രൂശിൽ മരിച്ചവനാണ്. ആ കർത്താവ് യേശു പറഞ്ഞു, മനുഷ്യൻ മരിച്ചാൽ അതിന്റെ അപ്പുറത്ത് അവനൊരു നരകശിക്ഷയുണ്ട്, ഒരു നിത്യശിക്ഷാവിധിയുണ്ട്. മനുഷ്യൻ മരിച്ചാൽ അവനൊരു നിത്യ സന്തോഷം, ഒരു സ്വർഗമുണ്ട്. ഇത് പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ചില ആൾ പറയുന്നത് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യണം, സൽപ്രവൃത്തികൾ ചെയ്താൽ അങ്ങ് എതിർത്താന്നാ പറയുന്നത്. സൽപ്രവൃത്തികൾ നമ്മളെക്കാളൊക്കെ മെച്ചമായി ചെയ്യുന്ന എത്രയോ ആളുകൾ ഈ ഭൂമിയിലുണ്ട്, അനേക ആളുകളുണ്ട്. ഇവിടുത്തെ ക്രൈസ്തവരെക്കാൾ ഏറ്റവും മനോഹരമായ നിലയിൽ സൽപ്രവൃത്തികൾ ചെയ്യുന്ന മറ്റെത്ര മത നേതാക്കന്മാരും സംഘടനകളും നമ്മുടെ രാജ്യത്തുണ്ട്. അനാഥശാല നടത്തുന്നവർ, പിന്നെ അനാഥ കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നവർ, രോഗികളായ ആളുകളെ ചികിത്സിക്കുന്നവർ, ക്യാൻസർ രോഗികൾക്ക് പ്രത്യേകമായി കെയർ നൽകുന്ന ആളുകൾ, ഫ്രീ ആയി സർജറി ചെയ്ത് കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ, അങ്ങനെ ജീവിതത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ധാരാളം ആളുകൾ, സംഘടനകളും ഈ ലോകത്തുണ്ട്. സൽപ്രവൃത്തികളാണോ സ്വർഗത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്? അല്ല. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ലോകത്തിൽ ജീവിച്ച് കാൽവരിലെ ക്രൂശിൽ മരിച്ച് അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് വന്നത്. എന്റെ പാപത്തിന്റെ ഭാവഭാവം ചുമന്നൊഴിപ്പാനാണ് എനിക്ക് വേണ്ടി കാൽവരിലെ ഗോൽഗോഥയിൽ കയറിപ്പോയത്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിതനായത്. എന്റെ പാപം ചുമന്നൊഴിപ്പാനാണ് അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയിൽ അവൻ സംസ്കരിക്കപ്പെട്ടത്. എന്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനാണ് അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത് എന്ന് ജാതി, മത, വർഗ ചിന്താഗതികൾക്ക് അതീതമായി ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യന്റെയും പാപത്തെ സൗജന്യമായി മോചിപ്പിക്കുവാൻ മനസ്സുള്ളവനും കഴിവുള്ളവനും ശക്തനുമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു. കഴിഞ്ഞ 2000 വർഷങ്ങളായി ഈ യേശുക്രിസ്തുവിന്റെ സ്വാധീന വലയത്തിലേക്ക് വന്ന ആളുകൾക്കുണ്ടായിട്ടുള്ള രൂപാന്തരങ്ങൾ അവർണ്ണനീയമാണ്, അത് അവാച്യമാണ്. ഇന്ന് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ജീവിതത്തിന്റെ എല്ലാ മാർഗങ്ങളും നോക്കി അവസാനം ജീവിക്കാൻ മാർഗമില്ലാതെ ഒരു കഷ്ണം കയറിൽ ജീവിതം അവസാനിപ്പിക്കാം എന്ന് ചിന്തിച്ച നിരാശയുടെ നീർച്ചൂടിലേക്ക് താണുപോകുന്ന മനുഷ്യ, മദ്യം കൊണ്ടും മദിരാശി കൊണ്ടും മാംസം കൊണ്ടും പിന്നെ കഞ്ചാവ് മരിച്ചുവാണ് കൊണ്ടും ജീവിതത്തിലെ തെല്ലൊരു ആശ്വാസം ലഭിക്കുമെന്ന് ആശിക്കുന്ന മനുഷ്യ, അതൊന്നും നിന്റെ ജീവിതത്തിൽ നിനക്ക് ശാശ്വതമായ പരിശാന്തിയും ആശ്വാസവും നൽകുകയില്ല. എന്നാൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ ഒരു നാളും മരിക്കുകയില്ല, അവൻ മരിച്ചാലും എന്നെയും ജീവിച്ച് എഴുന്നേൽക്കും. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദത്തം. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയോ മത നേതാക്കന്മാരെ പോലെയോ കേവലം ചില പ്രതീക്ഷകൾ നൽകിയിട്ട് ലോകത്ത് പോയ ആളല്ല. താൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ പോയാൽ മടങ്ങി വരും, ഞാൻ പോയാൽ കാലാകാലങ്ങളിലായി ജീവിച്ചിരുന്ന് എന്നെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് എന്നെ അനുധാവനം ചെയ്യുന്ന ആളുകളെ ഞാൻ മടങ്ങി വന്ന് ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും കൈക്കൊണ്ട് എന്നോടൊപ്പം പദവി, എന്നോടൊപ്പം തേജസ് നൽകി ഞാൻ നിങ്ങളെ നിത്യതയിൽ സൂക്ഷിക്കും. ഇത് പറഞ്ഞിട്ട് പോയിട്ട് 2000 വർഷങ്ങളായി. ലോക സംഭവ വികാസങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ മാറ്റൊലി ലോകത്തോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ആത്മരക്ഷ. അല്ല, നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടും മനഃപൂർവ്വമായി നിങ്ങൾ അവഗണിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന്റെ അപ്പുറത്തുള്ള ഏക പ്രതീക്ഷ നിത്യമാകുന്ന നരകം. ഇതിൽ ഏത് നിങ്ങൾ തെരഞ്ഞെടുക്കുമെന്നുള്ളത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അനുസരിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് നിത്യജീവനാണെങ്കിൽ യേശുക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുക. നിങ്ങൾ ആരും മതം മാറാൻ ഞങ്ങൾ പറയുകയില്ല. മതം മാറാൻ പറയുന്ന ക്രൈമാണ്. രാഷ്ട്രത്തിന്റെ നിയമം അനുസരിച്ചും മതം മാറ്റം ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരെയും മതം മാറ്റാൻ പ്രസംഗിക്കാറില്ല, ആരോടും മതം മാറണമെന്ന് പറയാറുമില്ല. മതം മാറിയാൽ മനുഷ്യൻ നന്നാകുകയുമില്ല. ശ്രീനാരായണ ഗുരുക്കൾ പറഞ്ഞ പോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി. മനുഷ്യൻ നന്നാകാനുള്ള ഏക മാർഗം എന്താണ്? കർത്താവായ യേശുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് ആത്മരക്ഷയുടെ അവകാശിയായി തരിക. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിലെ ദൈവം
ഈ അതുല്യമായിരിക്കുന്ന അനുഭവം ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ സംഗതിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കിൽ ഇവിടെ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നിന്റെ പേരല്ലയോ നിന്റെ പേരല്ലയോ ഉള്ളം നീ മുഴുവൻ തുറന്നു ഉള്ളം നീ മുഴുവൻ തുറന്നു ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ ബഹുമാന്യരോടും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ഒരു ദൈവപൈതലായി തീരുവാൻ, നിത്യരാജ്യത്തിന്റെ ഉടമയായി മാറുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായ സ്തോത്രം. ഇവിടെ പറയപ്പെട്ട വചനങ്ങൾ ഈ ദേശത്തിനും ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി മാറ്റണമേ. കാഹളം ധ്വനിക്കുന്ന നാളിൽ ഇവിടുന്ന് അനേകർ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ എല്ലാ പ്രിയപ്പെട്ടവരുടെ വാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ, അതിനായിട്ട് നന്ദി. ഇപ്പോൾ കർത്താവ് ഞങ്ങൾ മറ്റു സ്ഥലത്ത് കടന്നു പോകേണ്ട കൃപ കൂടിയിരിക്കണം. പ്രാർത്ഥന കേൾക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ. ആമേൻ.